Find the derivative of e raised to x plus sin inverse x with respect to x. E raised to x plus sin inverse of x ന്റെ ഡെറിവേറ്റീവ് കാണാനാണ് with respect to x. ഡെറിവേറ്റീവ് കാണാനാണ് ചോദിച്ചത്. അതായത് നമ്മൾ ഇതിനെ ഒരു പേര് വിളിക്കുന്നു, അതിന് നമ്മൾ y എന്ന് കൊടുക്കുക. തരുന്ന ഫംഗ്ഷനെ എപ്പോഴും y എന്ന് പേര് വിളിക്കുക. y is equal to e raised to x plus sin inverse x. അങ്ങനെയാണെങ്കിൽ find the derivative of ഇതെന്താണ് y ആണ്. Find the derivative of y with respect to x. Derivative of y with respect to x എന്ന് പറഞ്ഞാൽ dy by dx ആണ് കാണേണ്ടത്. സോ നമുക്ക് yക്ക് y എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. y എന്ന് പറഞ്ഞാൽ e raised to x plus sin inverse x എന്നാണ്. സോ നമ്മളത് അവിടെ കൊടുത്തു. ഇവിടെ e raised to x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, sin inverse x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. രണ്ടിൻ്റെയും സം ആണ്. സോ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ സം ഫോർമുല പഠിച്ചിരുന്നു. രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തിട്ട് സം കണ്ടാൽ മതി. സോ നമ്മൾ ആദ്യം e raised to x-ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, പ്ലസ് പിന്നെ sin inverse x-ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇതിൽ e raised to x-ൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുല പഠിച്ചതാണ്. e raised to x തന്നെയാണ് e raised to x-ൻ്റെ ഡെറിവേറ്റീവ്. സോ e raised to x എഴുതുന്നു, പ്ലസ് sin inverse x-ൻ്റെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ sin x അങ്ങനെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ മുന്നേ നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ ഇൻവേഴ്സ് ഫംഗ്ഷൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുമില്ല, അതിൻ്റെ ഡെറിവേറ്റീവും പഠിച്ചിട്ടില്ല. അപ്പം സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരല്. അപ്പം അത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കാത്തത് കൊണ്ട് അത് എന്താണ് എന്നൊക്കെ പറഞ്ഞു തരാൻ അങ്ങോട്ട് കുറേ പറയാനുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ആ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഫോർമുല പഠിച്ചാൽ മാത്രം മതി. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ ജസ്റ്റ് ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയാം. അത് കണ്ടുപിടിക്കേണ്ടത് ഇതുവരെ എക്സാമിന് നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഇത് ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക, -1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഇത് രണ്ടും നിങ്ങൾക്ക് പഠിക്കേണ്ട ഫോർമുലയാണ്. സോ അത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് പാർട്ട് എയിലും മുൻപ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് if x equal to a into cos t plus t sin t, y is equal to a into sin t minus t cos t, show that dy by dx equal to tan t. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിപ്പോൾ x എന്ന് പറയുന്നത് സാധാരണ എക്സും വൈയും ആണ് ഉണ്ടാവില്ല, പക്ഷെ ഇതിൽ എക്സും ഉണ്ട്, പിന്നെ ഇവിടെ ടി ആണുള്ളത്. കോസ് ടി സൈൻ ടി ടി സൈൻ ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് ടീൻ്റെ ടേംസിലാണ്, ഇവിടെ വൈ എക്സിൻ്റെ ടേംസിലാണ് എന്ന് പറയാം. ഇവിടെ എക്സ് ടീൻ്റെ ടേംസിലാണ്, വൈ ഇവിടെ വേറെ തന്നിട്ടുണ്ട്, അതും ടീൻ്റെ ടേംസിലാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടിരുന്നു 3 പാരാമീറ്റേഴ്സ് വരികയാണെങ്കിൽ എക്സും വൈയും ഉണ്ടാകുക, അത് രണ്ടും മറ്റൊരു പാരാമീറ്ററിൽ തരികയാണെങ്കിൽ, മറ്റൊരു വേരിയബിളിൽ തരികയാണെങ്കിൽ അതിൽ പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയും. അപ്പോൾ അവിടെ ഡി വൈ ബൈ ഡി എക്സ് കാണുക എന്ന് പറഞ്ഞാൽ അത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ്. അതായത് നമ്മൾ എക്സിന് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യും, അതുപോലെ വൈനെയും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യും, എന്നിട്ട് ഡി വൈ ബൈ ഡി ടിനെ ഡി എക്സ് ബൈ ഡി ടിയോട് ഡിവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡി വൈ ബൈ ഡി എക്സ് ടാൻ ടി ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടാൽ മാത്രം പോരാ, നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ടാൻ ടിയിലേക്ക് എത്തിക്കുകയും വേണം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഡി വൈ ബൈ ഡി ടി കാണാൻ പോവുകയാണ്. ഡി വൈ ബൈ ഡി ടി is equal to y a into sin t minus t cos t ആണ്. സോ yക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കുക, d by dt of a into sin t minus t cos t which is equal to
നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ കോൺസ്റ്റന്റ് നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാം. സോ ഇത് a ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി മൈനസ് ടി കോസ് ടി എന്നാണ്. ഇനി ഇത് സൈൻ ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ടി കോസ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും അതിന്റെ ഡിഫറൻസുകളുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഡിഫറൻസ് പ്ലസ് ഫോർമുല പോലെ തന്നെയാണ്. ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് എടുത്തിട്ട് എന്താണോ ആ ഓപ്പറേഷൻ അത് ചെയ്താൽ മതി. സോ ഇവിടെ എ കോമൺ ആണ്, എ പുറത്തേക്ക് എടുക്കുന്നു. ഇനി ആദ്യം തന്നെ സൈൻ ടീന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, മൈനസ് ഇടുന്നു, ടി കോസ് ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ കേസിൽ ടി കോസ് ടി എന്ന് പറയുന്നത് ടി കോസ് ടിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയില്ല. പക്ഷെ അവിടെ ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെയും കോസ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെയും പ്രോഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ടിന്റെ ഡെറിവേറ്റീവ് അറിയാം, കോസ് ടിയുടെ ഡെറിവേറ്റീവ് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പ്രോഡക്റ്റ് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം വരുന്ന ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അത് സൈൻ ടിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് ടി. സോ ദിസ് ഇസ് ഈക്വൽ ടു a ഇൻറ്റു കോസ് ടി, പിന്നെ ഒരു മൈനസ് ഉണ്ട് അതിട്ടു. മൈനസ് വരുന്നതുകൊണ്ട് ഇനി ഉള്ളതിനെ ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതണം. ഇനി വരുന്നത് ടി കോസ് ടി ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ടിയും രണ്ടാമത്തെ ഫംഗ്ഷൻ കോസ് ടിയും. സോ അവിടെ പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടി ബൈ ഡി ടി ഓഫ് കോസ് ടി പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് വരും. ഇവിടെ മൈനസ് കോമൺ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ബ്രാക്കറ്റ് കണ്ടെത്തുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി മൈനസ്, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ കൂടെ കോസ് ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുക. കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി ആണ്. സോ ടി ഇൻറ്റു മൈനസ് സൈൻ ടി. ഈ മൈനസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈനസും പ്ലസും മൈനസായി. കോസ് ടി എഴുതുക, ഡി ബൈ ഡി ടി ഓഫ് ടി, ടീൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി 1 തന്നെയാണ്. സോ ഇൻറ്റു 1 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി. ഈ മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആയി. ടി സൈൻ ടി മൈനസ് കോസ് ടി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ടി ഇൻറ്റു 1. ഇനി കോസ് ടിയും മൈനസ് കോസ് ടി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ കോസ് ടി. സോ കോസ് ടിയും മൈനസ് കോസ് ടിയും ക്യാൻസൽ ചെയ്തു. ബാക്കി എ ടി സൈൻ ടി വരും. സോ ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് എ ടി സൈൻ ടി ആണ്. ഇനി ഇതുപോലെ എക്സ് തന്നിട്ടുണ്ട്, ഡി എക്സ് ബൈ ഡി ടി കാണണം. dx by dt is equal to d by dt of x കൊടുക്കുക. x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a ഇൻറ്റു കോസ് ടി പ്ലസ് ടി സൈൻ ടി. അപ്പം ഇത് നേരത്തെ ചെയ്ത അതേപോലെയൊക്കെ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാനിത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാണ്. നമ്മൾ ഈ എനെ പുറത്തേക്ക് എടുത്തു. ഇവിടെ സെൻട്രലിൽ പ്ലസ് ആണുള്ളത്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. സോ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടു. ആദ്യത്തെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് ടി പ്ലസ് രണ്ടാമത് പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യണം. സോ ഡി ബൈ ഡി ടി ഓഫ് ടി സൈൻ ടി. നമുക്ക് അവസാനം കിട്ടേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ ടി എന്നാണ്. So this is equal to a into cos t derivative minus sin t plus ഇനി ഇവിടെ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സൈൻ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. സോ നമ്മൾ പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്.
ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ വേറെ ബ്രാക്കറ്റ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. This is equal to a into minus sin t plus t into sin t ന്റെ ഡെറിവേറ്റീവ് cos t plus ഇവിടെ sin t d by dt of t. dt by dt എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ into 1 എന്ന് വരുമ്പോൾ അത് sin t തന്നെ കിട്ടും. ഈ മൈനസ് sin t യും ഈ പ്ലസ് sin t യും ക്യാൻസൽ ആയി. ബാക്കി t into cos t ഉണ്ടാവും. ഇവിടെ a ഉണ്ട്. സോ a t cos t. ഇപ്പൊ നിങ്ങൾ dy by dt യും കണ്ടുപിടിച്ചു, dx by dt യും കണ്ടുപിടിച്ചു. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് dy by dx കാണാൻ വേണ്ടിയിട്ടാണ്. സോ dy by dx ന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. dy by dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ വെച്ചിട്ട് dy by dt ഡിവൈഡഡ് ബൈ dx by dt ആണ്. dy by dt നിങ്ങളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. at sin t അതവിടെ കൊടുത്തു. ഡിവൈഡഡ് ബൈ dx by dt ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. at cos t എന്നാണ്, അതിവിടെ കൊടുത്തു. at യും ക്യാൻസൽ ചെയ്തു. sin t by cos t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ tan t ആണ്. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനും പറഞ്ഞത്. ഷോ ദാറ്റ് dy by dx equal to tan t എന്നാണ്. സോ ഈ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ്. നമ്മൾ നേരത്തെ കണ്ട dy by dx എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. dy by dx ന് നമുക്ക് dy by y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ട് y എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ് y. എന്നിട്ട് നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ കിട്ടുന്ന dy by dx എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഈ dy by dx ഉം എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y sin x ആണെങ്കിൽ dy by dx cos x ആണ്. ഇതും എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഒന്നുകിൽ ഇതിൽ x ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ dy by dx എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് അതിനെ എഗെയിൻ ഒരു പ്രാവശ്യം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ കിട്ടുന്നതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അതിനെ നമ്മൾ d2y by dx square എന്ന് വിളിക്കുന്നു. അതായത് d2y by dx square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ dy by dx നെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നാണ് മീനിങ്. dy by dx ഓഫ് cos x. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. അപ്പം y sin x ആണെങ്കിൽ d2y by dx square മൈനസ് sin x ആയിട്ട്. ഇങ്ങനെയാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു sin square x. സോ നമ്മൾ തന്നത് എഴുതി y ഈക്വൽ ടു sin square x. എന്നിട്ട് നമ്മൾ d by dx കാണുകയാണ്. d by dx ഓഫ് y എന്താണ്? sin square x. നമ്മൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും നമ്മൾ റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടിരുന്നു. ഒരു എക്സ് റേസ് ടു എൻ ഫോമാണ്. അതായത് നമ്മൾ sin x എന്നുള്ള ഫംഗ്ഷനെ ഹോൾ സ്ക്വയർ ചെയ്താലാണ് നിങ്ങൾക്ക് sin square x കിട്ടുക. അപ്പം ഇത് എക്സ് റേസ് ടു എൻ ഫോമിലുള്ളതാണ്. എക്സ് റേസ് ടു എൻ ഫോമിലുള്ളതിൽ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ sin x ആണെന്ന് മാത്രം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം എക്സ് റേസ് ടു എൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ എക്സിന് പകരം കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. കഴിഞ്ഞ ഇതിൽ നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസ് കുറച്ച് ചെയ്തിരുന്നു. സോ അതുപോലെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ ആണ്. അപ്പം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പം 2xന് പകരം ഇവിടെ sin x ആണ്. അതിനുശേഷം നമ്മൾ ആ sin xന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ d by dx ഓഫ് sin x. ഇത്രയും ചെയ്താലേ ഉള്ളൂ sin square xന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 sin x into d by dx ഓഫ് sin x. sin xന്റെ ഡെറിവേറ്റീവ് cos x എന്നാണ്. ഇവിടെ
നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനാണ്. അതായത് dy/dx കണ്ടതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് എടുക്കണം. അപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ 2 sin x cos x ആണ്. ഇതിന് ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് എടുക്കണം. അപ്പം രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഇതുപോലെ തന്നെ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ച സമയത്ത് 2 sin x cos x നമ്മൾ sin 2x ആണെന്ന് പഠിച്ചിരുന്നു. സോ ആ ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡെറിവേറ്റീവ് എടുക്കാം. അല്ല ഇതുപോലെയാണെങ്കിൽ പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരുന്നു മാത്രം. അപ്പം ഞാൻ രണ്ടും പറയാൻ പോകുകയാണ്. അപ്പോൾ sin 2x ആണെങ്കിൽ എങ്ങനെയാണെന്ന് ആദ്യം പറയാം. നമുക്ക് d²y/dx², സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ d/dx ഓഫ് dy/dx ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് dy/dx നമ്മളിവിടെ കണ്ടുപിടിച്ചു sin 2x. So this is sin 2x is equal to sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണെന്ന് അറിയാം. ഇവിടെ പക്ഷേ x ന് പകരം sin 2x ആണ്. അപ്പോൾ നമ്മൾ അവിടെ മുൻപ് കണ്ടിരുന്നു sin f of x ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. f of x 2x ആയിരിക്കും. അപ്പോൾ sin 2x എന്ന് പറയുന്നത് cos x ന് പകരം 2x കൊടുക്കുക. എന്നിട്ട് 2x ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടി വന്നു. So this is equal to cos 2x into 2x ന്റെ ഡെറിവേറ്റീവ് 2 ആണ്. So this is equal to 2 cos 2x. ഇതാണ് ഒരു വഴി. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് d²y/dx² is equal to d/dx of ഇത് ഉപയോഗിക്കുന്നു 2 sin x cos x, 2 sin x cos x which is equal to 2 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കുന്നു. പിന്നെ വരുന്ന sin x cos x രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. സോ 2 കോമൺ ആയതുകൊണ്ട് അത് പുറത്തേക്ക് എടുത്തു. അപ്പം cos x ഇൻറ്റു സെക്കൻഡ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇങ്ങനെ എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 sin x ഇൻറ്റു cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്. മൈനസ് sin x പ്ലസ് cos x ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് cos x. This is equal to 2 into minus sin x into sin x sin square x plus cos x into cos x cos square x. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു നേരത്തെ കിട്ടിയ ആൻസർ 2 cos 2x ആണല്ലോ, ഇപ്പം ഇതാണല്ലോ. രണ്ടും ഒരേ കാര്യമാണ്. അതിന് നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിയിലെ മറ്റൊരു റൂൾ കൂടി അറിയണം. ദിസ് ഇസ് ഈക്വൽ ടു 2 into ഞാൻ ആ cos square x ആദ്യം എഴുതുന്നു. അപ്പോൾ അത് cos square x മൈനസ് sin square x. അവിടെ നിങ്ങൾ cos 2x ഫോർമുല പഠിച്ചിരുന്നു. cos 2x ഫോർമുലയാണ് cos square x മൈനസ് sin square x. അപ്പോൾ cos square x മൈനസ് sin square x പകരം നിങ്ങൾക്ക് cos 2x എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ കിട്ടും. രണ്ട് മെത്തേഡിലും ചെയ്യാം. ഏത് മെത്തേഡിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം.